പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു മെസ്സേജ് ഇടാൻ ആഗ്രഹിക്കുന്നു. ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ ഒരു മുടന്തനായ മനുഷ്യൻ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുക. അവൻ്റെ രണ്ട് കാലും ബലഹീനാണ്, അവൻ മുടന്തനാണ്, അവൻ ഇഴഞ്ഞാണ് പോണത്, ഇഴഞ്ഞാണ് നടന്നുപോയി അവൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അവന് നേരെ എണീച്ച് നടക്കാൻ കഴിയത്തില്ല, അവൻ മുടന്തനാണ്. അപ്പോൾ ഈ മുടന്തനായ മനുഷ്യൻ ഒരു ചർച്ചിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ കൈ നീട്ടുമ്പോൾ പലരും പൈസ കൊടുക്കും, അവൻ ചോദിക്കുമ്പോൾ പലരും പൈസ കൊടുക്കും. അങ്ങനെ ഈ മുടന്തനായ മനുഷ്യൻ ഇവിടെ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ അനേക നാളുകൊണ്ട് അവിടെ നിന്ന് ഭിക്ഷ എടുക്കുന്നുണ്ട്. ചർച്ചിൽ വരുന്ന ആൾക്കാർ അവനെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി, മാസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു ദിവസം കർത്താവിൻ്റെ രണ്ട് ദാസന്മാർ അതുവഴി കടന്നു വന്നു. അപ്പോൾ അതുവഴി കടന്നു വന്നപ്പോൾ ഇവൻ അവരെ ഉറ്റുനോക്കിയിട്ട് ഇവൻ കൈ നീട്ടിയപ്പോൾ പത്രോസ് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം എന്ന് പറഞ്ഞുകൊണ്ട് പത്രോസ് അവൻ്റെ കൈ പിടിച്ചു അവനെ ഇണീച്ചപ്പോൾ അവൻ്റെ കാലുകൾ ബലപ്പെട്ടു. ദൈവത്തിൻ്റെ ശക്തി അവൻ്റെ കാലുകളിൽ വന്നു. അവൻ്റെ കാലുകൾ ബലപ്പെട്ടു, അവൻ്റെ എല്ലുകൾ വലുതായി, അവൻ്റെ കാലുകൾ കുറച്ചുകൂടെ വലുതായി, അവൻ്റെ ശരീരത്തിന് യോഗ്യവണ്ണം അവൻ്റെ കാലുകൾ വലുതായി, അവൻ്റെ ശരീരത്തിന് യോഗ്യവണ്ണം ആ കാലുകൾ രൂപാന്തരപ്പെട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഇവൻ വളരെ ആഗ്രഹത്തോടെ അവരിൽ നിന്നും നല്ലൊരു പൈസ പ്രതീക്ഷിച്ചാണ് അവൻ കൈ നീട്ടിയത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. അങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം പത്രോസിൻ്റെ ശരീരത്തിൽ നിന്നും പത്രോസിൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ ശരീരത്തേക്ക് വ്യാപരിച്ചു. അവൻ്റെ ശരീരത്തേക്ക് വ്യാപരിച്ചപ്പോൾ അവൻ്റെ കാലുകൾ ബലപ്പെട്ടു, അവൻ്റെ കാലുകളെ എല്ലുകൾ ഉറച്ചു, അത് കുറച്ചുകൂടെ വലുതായി, അവൻ്റെ ശരീരത്തിന് പറ്റിയ വണ്ണം അത് വലുതായി രൂപാന്തരപ്പെട്ടു. അങ്ങനെ അവൻ അവിടെ നിന്ന് ചാടിയും തുള്ളിയും സന്തോഷിച്ചും ദൈവത്തെ ആരാധിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞത്, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരാം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മളെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആരടുത്ത് വേണമെങ്കിലും പോയി ദൈവത്തിൻ്റെ വചനം പറയാൻ പറ്റും, ദൈവത്തെ ഓർത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പം നമ്മളെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് വേറൊരാളിന് കൊടുക്കാൻ കഴിയൂ, ഒരാളിനെ ഉപദേശിക്കാൻ കഴിയൂ, ഒരാളിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയൂ. നമ്മളെ ഉള്ളിയില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അപ്പോൾ സഹോദരങ്ങളെ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞാണ് പത്രോസ് അവിടെ ഇടപെട്ടത്. വെള്ളിയും പൊന്നിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സ്വർണം ഒരു വ്യക്തിയുടെ കൈ കിട്ടിയാൽ ആ സ്വർണത്തെ ഉരുക്കുന്ന ഒരു സ്വർണ്ണം ഉരുക്കുന്ന ഒരാളുടെ കൈ കിട്ടിയാൽ, ഒരു സ്വർണ്ണക്കട്ട അവൻ്റെ കൈ കിട്ടിയ ആ പുള്ളിക്കാരൻ ആ സ്വർണ്ണക്കുത്തെക്കുറിച്ച് അവൻ മനസ്സിൽ നിന്ന് ചിന്തിക്കും, ആ സ്വർണം കൊണ്ട് ഒരു മാല ഉണ്ടാക്കുക. അപ്പോൾ ഒരു മാല ഉണ്ടാക്കാൻ വേണ്ടി ആ സ്വർണത്തെ അവൻ തീക്കകത്ത് ഇട്ട് അതിനെ നല്ലോണം ഉരുക്കും. അങ്ങനെ ഉരുവി ആ സ്വർണത്തിലുള്ള വിഷാംശങ്ങൾ, അതിൻ്റെ അഴുക്കുകൾ എല്ലാം ഈ തീക്കകത്ത് ഉരുവി മാറി ആ സ്വർണം നല്ല ഒരു സ്വർണമായി, നല്ല ഒരു തങ്കമായി അത് മാറും. ആ നല്ലൊരു സ്വർണമായി മാറിയതിന് ശേഷമാണ് ആ സ്വർണ്ണപ്പണിക്കാരൻ ആ സ്വർണത്തെ എടുത്ത് അവൻ മാലയ്ക്ക് വേണ്ടി അതിൻ്റെ സ്വർണ്ണങ്ങളെ മുറിച്ച് അതിനെ രൂപാന്തരത്തിപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു നല്ലൊരു മാലയാക്കി ആ സ്വർണത്തെ അവൻ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അത് നല്ലൊരു മാലയായി മാറും. ഒരു മാലയായി മാറി അവൻ പിന്നെ അതിനെ ആ മാലയ്ക്ക് ഊക്ക് വെച്ച് അതിനെ കോർത്തിണയ്ക്കുമ്പോൾ അവൻ്റെ കഴുത്തിയിടാൻ പറ്റിയ അടിപൊളി ഒരു മാലയായിട്ട് മാറും. സഹോദരങ്ങളെ, നമ്മളെ യേശുവിൻ്റെ കയ്യിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ യേശു നമ്മളോട് സംസാരിക്കും, യേശു നമ്മളോട് ഇടപെടും, യേശു നമ്മളെ ഹൃദയത്തിൽ വരും. നിൻ്റെ ജീവിതത്തിലുള്ള തെറ്റായ പ്രവൃത്തികൾ, മോശമായ പ്രവൃത്തികൾ എല്ലാം മാറിപ്പോവും. നീ ഇപ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ റോട്ടിൽ കാണുന്ന സഹോദരിമാരെ കയറി പിടിക്കുമായിരിക്കാം. നീ ഇപ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ അടുത്തിരിക്കുന്ന സഹോദരിമാരെ കയറി പിടിക്കുമായിരിക്കാം. പക്ഷേ സഹോദര, നിൻ്റെ ഈ പ്രവൃത്തികൾ മാറണമെങ്കിൽ
നീ യേശുവിനെ വിശ്വസിക്കണം. യേശുവിനെ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ നിൻ്റെ ഹൃദയത്തിലുള്ള പാപപ്രവൃത്തികൾ യേശു മാറ്റിത്തരും. നിനക്ക് നല്ലൊരു വ്യക്തിയായി മാറാൻ കഴിയും. യേശുവിനെ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കണം. യേശുവിനെ നീ നിൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിനോട് പ്രാർത്ഥിച്ച നിൻ്റെ ഹൃദയത്തിലുള്ള എല്ലാ തെറ്റായ ചിന്തകളും എല്ലാ തെറ്റായ പ്രവൃത്തികളും യേശു മാറ്റിത്തരും. നിന്നെ നല്ലൊരു വ്യക്തിയായി നല്ലൊരു മനുഷ്യനാക്കി ദൈവം രൂപാന്തരപ്പെടുത്തിയെടുക്കും. എന്നാൽ ചിലർ ചോദിക്കും, പള്ളിയിൽ പോണ ആൾക്കാരും ഒരുപാട് മോശപ്രവൃത്തികൾ ചെയ്യുന്നല്ലോ, ഒരുപാട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നല്ലോ എന്ന് ചോദിക്കുന്നു. സഹോദര, പൈശാചികൻ എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. അവൻ ഒരിക്കൽ ദൈവസന്നിധി ഇരിക്കാൻ കയറി ശ്രമിച്ചതാണ്. പക്ഷേ അവിടെ നിന്ന് ദൈവം അടിച്ച് അവനെ മൂട്ടിലേക്ക് ഇട്ടു. അപ്പോൾ അവന് ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറി പൈശാചികന് ഇരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇപ്പോൾ അവൻ ചിന്തിക്കുന്നത്, എന്നെ ആരാധിക്കാതെ മനുഷ്യരെല്ലാം ദൈവത്തെ ആരാധിക്കും, അതുകൊണ്ട് ഒരു മനുഷ്യനും സ്വർഗ്ഗത്ത് പോവരുത്, എല്ലാ മനുഷ്യനും നരകത്തിൽ പോകണം. അപ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും നശിപ്പിക്കണം, അവനെ ഇല്ലായ്മ ചെയ്യണം, എല്ലാ വ്യക്തികളെയും വഴിതെറ്റി നടക്കണം. അവൻ്റെ ജീവിതത്തിൽ എല്ലാ മോശ പ്രവൃത്തികളും ഇട്ടുകൊടുത്ത് അവൻ്റെ ജീവിതത്തെ ഇല്ലാതാക്കണം. മനുഷ്യന് ഈ ഭൂമിയിൽ കുറച്ച് ദിവസം മാത്രമാണ് ജീവിതമുള്ളത്. അല്ലാതെ നമ്മളിവിടെ ജനിച്ചു, നമ്മളിവിടെ കുറച്ച് നാൾ ജീവിക്കുന്നു, അത് എല്ലാ ദിവസവും ഇവിടെ ജീവിക്കുന്നില്ല, കുറച്ച് ദിവസമാണ് ഇവിടെ ജീവിക്കുന്നത്. ആ ജീവിതം കുറച്ച് ദിവസം ജീവിച്ചതിന് ശേഷം ദൈവം വിളിക്കുമ്പോൾ നമ്മളിവിടെ നിന്ന് പോകണം. അപ്പോൾ നമ്മളെ സ്വന്തം നാട് ഇവിടെയല്ല, നമ്മളെ സ്വന്തം നാട് അക്കരയാണ്. അപ്പോൾ അക്കരയ്ക്ക് പോകണമെങ്കിൽ നമ്മളിവിടെ വിശുദ്ധിയിലും വേർപാടിലും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗത്ത് പോകാൻ കഴിയൂ. ഇല്ലാതെ നമ്മൾ തോന്നിയ പോലെ നമ്മളെ പാവപ്രവൃത്തികൾ ചെയ്താൽ നമ്മൾ നരകത്തിൽ പോകും. അപ്പോൾ പൈശാചികൻ നടക്കുന്നത് ഒരു വ്യക്തിയെയും സ്വർഗ്ഗത്ത് കൊണ്ടുപോകാനല്ല, എല്ലാ വ്യക്തികളെയും, ഭൂമിയിൽ കാണുന്ന എല്ലാ വ്യക്തികളെയും ആവശ്യമില്ലാത്ത പ്രവൃത്തികൾ അവന് ഇട്ടുകൊടുത്ത്, ആവശ്യമില്ലാത്ത ചിന്തകൾ അവന് ഇട്ടുകൊടുത്ത്, ആവശ്യമില്ലാത്ത മോശ പ്രവൃത്തികൾ അവന് പറഞ്ഞു കൊടുത്ത് അവനെ വഴിതെറ്റിച്ച് അവനെ നരകത്തിൽ കൊണ്ടുപോവുക. അപ്പോൾ അവൻ്റെ ആ ജീവിത സമയത്ത് അവൻ മോശ പ്രവൃത്തികൾ ചെയ്ത് അല്പദിവസമാണ് അവന് കിട്ടുന്നത്. ഈ അല്പദിവസം അവൻ ഈ ഭൂമിയിൽ കിടന്നുകൊണ്ട് എല്ലാ മോശ പ്രവൃത്തികളും ചെയ്ത് അവൻ മരണസമയത്ത് അവൻ നരകത്തിൽ പോകും. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഈ ഭൂമിയിൽ കുറച്ച് ദിവസമാണ് നമ്മൾ ഉള്ളത്. ആ ദിവസം വരെ ദൈവത്തെ ഭയഭക്തിയോടെ ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ച് പൈശാചികൻ്റെ കൈ ഏൽപ്പിച്ചു കൊടുക്കാതെ വളരെ പരിജ്ഞാനത്തോടും വളരെ ചിന്തയോടും വളരെ കരുതലോടും നിങ്ങൾ ജീവിച്ചാൽ മരണശേഷം സ്വർഗ്ഗത്ത് പോകാൻ കഴിയും. സഹോദരങ്ങളെ, ഈ സ്വർണ്ണപ്പണിക്കാരൻ ആ സ്വർണ്ണമെടുത്ത് അവ ഒരു മാലയുണ്ടാക്കി അതിനെ കോർത്തിണക്കി അവൻ്റെ കഴുത്തിലിട്ടു. സഹോദരങ്ങളെ, അതേപോലെ നിങ്ങളും യേശുവിനെ സ്വീകരിച്ച് യേശുവിൻ്റെ വചനമനുസരിച്ച് ജീവിച്ചാൽ യേശു നിങ്ങളെ കൂടെ ഇരിക്കും, യേശു നിങ്ങളെ കൂടെ വരും. ഈ ലോകത്ത് കാണുന്ന പല ആൾക്കാരുടെ ജീവിതത്തിലും ദൈവമില്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു? പലരെയും ശപിക്കുന്നു, പലരെയും പ്രാവുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഞങ്ങൾക്ക് അവിടെ ദോഷം, ഞങ്ങൾക്ക് ഇവിടെ ദോഷം, അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ദോഷം മാറൂ, ഞങ്ങൾ തൃശ്ശൂർ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ദോഷം മാറൂ, അല്ലെങ്കിൽ ഞങ്ങൾ ബോംബെയിൽ പോയി ഇന്ന കാര്യങ്ങൾ ചെയ്താലേ ദോഷം മാറും. അല്ലാതെ